ഹായ്, സിമ്പിൾ പാസ്റ്റിനും പാസ്റ്റ് കണ്ടിന്യൂസിനും ശേഷം നമുക്കിനി നേരിട്ട് അടുത്ത പാസ്റ്റ് ടെൻസിലോട്ട് കിടക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതിൽ തന്നെയുണ്ട് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്തായിരുന്നു? പ്രസന്റിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തു. സ്വാഭാവികമായിട്ടും പാസ്റ്റിലൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് ഹി ഹാഡ് ഗോൺ ടു സ്കൂൾ, അല്ലേ? അവന് സ്കൂളിൽ പോയിരുന്നു. അപ്പൊ അതിന്റെ ഫോം നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെയും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ രക്ഷപ്പെടാം. എന്താണ്? ഹാഡ് തന്നെയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ആര് തന്നെയാണ്? ഹാഡ് തന്നെയാണ് വരുന്നത്. അതാണ് ഈ ഒരു ടെൻസിന്റെ ഏറ്റവും വലിയൊരു സുഖം. ഓക്കെ, ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. വെർബിന്റെ V3 ഫോം, ഐ മീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഈ ഹാഡ് നമ്മുടെ പ്രസന്റ് ടെൻസിലെ ഹാവിന്റെയും ഹാസിന്റെയും ഒരു ബ്രദർ ആയിട്ട് വരും ഈ ഹാഡ്. ഓക്കെ, ഉണ്ട്, ഓക്കെ, ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ പ്രസന്റിൽ ഹാസും ഹാവും ആണ് യൂസ് ചെയ്തത്. ഇത് അവരുടെ വലിയ ജ്യേഷ്ഠനാണ്. മീനിങ്ങിൽ വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, ഹി ഹാഡ് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അവന് സ്കൂളിൽ പോയിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ഹീസ് ഹാഡ് ഗോൺ. ഗോൺ എന്താണ്? V3 ആണ്. ഓക്കെ, ദെൻ ഐ ഹാഡ് ഹേർഡ് ദ ന്യൂസ്. ഞാൻ ആ ന്യൂസ് കേട്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ന്യൂസ് കേട്ടിട്ടുണ്ട്. രണ്ടും പറയാം. ഞാൻ ആ ന്യൂസ് കേട്ടിരുന്നു, കേട്ടിട്ടുണ്ട്. രണ്ടും എന്താണ്? പെർഫെക്റ്റ് ആണ്. ആ വ്യക്തി ആ ന്യൂസ് കേട്ട് കഴിഞ്ഞു. പാസ്റ്റിൽ ആ വ്യക്തി ആ ന്യൂസ് കേട്ട് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹാഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹേർഡ്. ഓക്കെ, V3 ഫോം ആണ്. ഹിയറിന്റെ V3 ഫോം ആണ് ഹേർഡ്. ഓക്കെ, ദെൻ ഷീ ഹാഡ് സീൻ ഹിം. ഷീ ഹാഡ് സീൻ ഹിം. അവൾ അവനെ കണ്ടിരുന്നു. അവൾ അവനെ കണ്ടിരുന്നു. പാസ്റ്റിൽ പെർഫെക്റ്റ് ആണ്. ആ വ്യക്തിയെ അവൾ കണ്ടിരുന്നു. ഓക്കെ, ദെൻ സീൻ. സീൻ ആണ് എന്ത്? V3. സിയുടെ V3 ഫോം ആണ് സീൻ. ഹാഡ് ആണ്, ഒരു മാറ്റവും ഇല്ല. സബ്ജക്റ്റ് പ്ലൂറൽ ഒരു സിംഗുലർ, ഒരു മാറ്റമില്ല. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഒരാൾ മാത്രമേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ളൂ. അതാണ് ഹാഡ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഹാഡ് പ്ലസ് V3. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസേജ്. ഇനി നമുക്ക് അതിന്റെ യൂസേജിലോട്ട് കടക്കാം. ടു റെഫർ ടു ദ ഏർലിയർ ഓഫ് ടു പാസ്റ്റ് ആക്ഷൻസ്. ആദ്യം രണ്ട് കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, കഴിഞ്ഞു പോയൊരു കാര്യം പറയാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും, പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും രണ്ട് ആക്ഷൻ ഒന്നിച്ച് കാണും. ഓക്കെ, അതിന് എക്സാമിനാണെങ്കിലും എവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യാനാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് പ്രവൃത്തിയൊക്കെ ഒന്നിച്ച് കാണും. കാരണം രണ്ട് പ്രവൃത്തിയും പാസ്റ്റിൽ കഴിഞ്ഞു പോയ, പെർഫെക്റ്റ് ആയിട്ടും കഴിഞ്ഞു പോയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിൽ ആദ്യം നടന്നത് ഫസ്റ്റ് രണ്ട് പ്രവൃത്തി എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിന് തന്നെ കൊടുക്കണം. ഓക്കെ, ദെൻ രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിനും കൊടുക്കണം. ഓക്കെ, രണ്ട് പ്രവൃത്തി വരുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും, പക്ഷെ രണ്ടിനും പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യില്ല. അതിൽ ഫസ്റ്റ് നടന്നതിന് നമ്മൾ എന്ത് കൊടുക്കാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് പാസ്റ്റ് പെർഫെക്റ്റും, രണ്ടാമത് നടന്ന പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പാസ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിളിലോട്ട് നോക്കാം. ഓക്കെ, when I reached the station, the train had left. Okay, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അവിടെ ഫസ്റ്റ് നടന്ന പ്രവൃത്തി എന്താണ്? ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? ട്രെയിൻ പോയിട്ടുണ്ടാവും. ട്രെയിൻ പോയിട്ട് തന്നെയാണ് ആ വ്യക്തി അവിടെ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് നടന്ന പ്രവൃത്തി എന്താണ്? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇത് എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്.
ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഫസ്റ്റ് നടന്ന പ്രവൃത്തി എന്താണ് യൂസ് ചെയ്തത്? പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം നടന്ന പ്രവൃത്തിയാണല്ലോ എന്ത്? റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളത്. അത് നമ്മൾ എന്തിൽ യൂസ് ചെയ്യും? സിമ്പിൾ പാസ്റ്റിലും യൂസ് ചെയ്യും. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ട് പ്രവൃത്തി നടക്കുകയും അതിൽ ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തി എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പാസ്റ്റിലും യൂസ് ചെയ്യും. ഓക്കെ, അനദർ എക്സാമ്പിൾ. when the doctor came, ഡോക്ടർ വന്നപ്പോൾ the patient had died. ഡോക്ടർ എത്തിയപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? പേഷ്യന്റ് മരിച്ചു പോയി. ഓക്കെ, then when we arrived the film had started. എന്ത് സംഭവിച്ചു? when we arrived the film had started. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചിരുന്നു? the film had started. ഫിലിം എന്ത് ചെയ്തിരുന്നു? ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ഫസ്റ്റ് നടന്ന പ്രവൃത്തി എന്തായിരിക്കും? ഫിലിം തുടങ്ങിയത് തന്നെയാണ് ആദ്യം നടന്ന പ്രവൃത്തി. അതിനുശേഷമാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ രണ്ടാമത് നടന്ന പ്രവൃത്തി എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, then next. when I went to see her, she had left her home. ഞാൻ അവളെ കാണാൻ ചെന്നപ്പോൾ she had left her home. അവൾ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? അവൾ വീട്ടിൽ നിന്നും പോയതാണ് ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി. രണ്ടാമത് നടന്നത് ഞാൻ വീട്ടിലോട്ട് ചെന്നതാണ്. സ്വാഭാവികമായിട്ടും ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഓക്കെ, ഹാഡ് ലെഫ്റ്റ് ഹാഡ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, ദെൻ ഫസ്റ്റ് നടന്നത് നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റിലുമാണ്. ഓക്കെ, ദെൻ ഐ ഹാഡ് റീഡ് ദ ബുക്ക് ബിഫോർ മൈ ഫ്രണ്ട് കെയിം. എൻ്റെ ഫ്രണ്ട് വന്നപ്പോഴിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു തീർത്തു? ബുക്ക് വായിച്ച് തീർത്തിരുന്നു. ഓക്കെ, ആദ്യം നടന്ന പ്രോസസ്സ് എന്താണ്? അവിടെ ബുക്ക് വായിച്ചു തീർത്തതാണ് ആദ്യം നടന്ന പ്രോസസ്സ്. രണ്ടാമത് നടന്നതാണ് എന്ത്? ഫ്രണ്ട് കയറി വന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നടന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ദെൻ രണ്ടാമത് നടന്നത് എന്താണ്? മൈ ഫ്രണ്ട് കെയിം, സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ദെൻ when the guest arrived, ഗസ്റ്റ് വന്നപ്പോൾ I had finished cooking. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുക്കിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ഫിനിഷ് ചെയ്തതാണ് അവിടെ ഫസ്റ്റ് നടന്ന പ്രവൃത്തി. അതുകൊണ്ട് തന്നെ അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സെന്റൻസ് വരികയും രണ്ട് സെന്റൻസിൽ ആദ്യം തീർത്ത പ്രവൃത്തി, ഐ മീൻ ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ എങ്ങനെയാണ്, ഏത് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഫോം എഴുതിയെടുക്കാൻ കഴിയും. പെർഫെക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പെർഫെക്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഹാഡ് ആണ് അല്ലെ? പെർഫെക്റ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത വേർഡ് ഏതായിരുന്നു? ഹാഡ് ആയിരുന്നു. ദെൻ കണ്ടിന്യൂസ് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്ത് ഇതിൽ നമ്മൾ മുമ്പ് യൂസ് ചെയ്ത് ഏതായിരുന്നു? വാസും വേറും ആയിരുന്നു. അതിന് മുമ്പായിരുന്നെങ്കിൽ പ്രസന്റിൽ എന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്? ഈസ്, ആം, ആർ. ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട് അല്ലെ? ഈസ്, ആം, ആർ, വാസ്, വേർ. ഇവരുടെ ഫാമിലിയുടെ പേരാണ് ബീൻ. ഇവരുടെ ഫാമിലിയുടെ പേരെന്താണ്? ബീൻ. അപ്പൊ ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും വാസിന്റെയും വേറിന്റെയും ഫാമിലിയുടെ പേരെന്താണ്? ബീൻ. അപ്പൊ കണ്ടിന്യൂസ് ടെൻസിനെ റെപ്രസെന്റേറ്റ് നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ബീനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടിന്യൂ ആയി എന്ന് പറയുകയാണെങ്കിൽ അത് പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും അവിടെ ആര് വേണം? വെർബ് പ്ലസ് ING ഫോം അല്ലെ? കണ്ടിന്യൂ ആണോ? ING ഫോം വേണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ഹെഡ്ലൈനിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? അതിന്റെ ടെൻസിന്റെ ഫോം എടുത്തു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി നോക്കാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ട്,
ഹാഡ് പെർഫെക്റ്റ് ആണ്, ബീൻ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ ആണെങ്കിൽ എന്ത് വേണം? ക്രിയ എന്ത് വേണം? ING ആയിരിക്കണം. ഓക്കെ, ഇനി അതിന്റെ യൂസേജ് ഒന്ന് പറയാം. പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് തുടങ്ങുകയും ഒരു നിശ്ചിത സമയം വരെ തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റിൽ ഒരു പ്രത്യേക ടൈമിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എന്താണ്, കുറച്ച് കൂടുതൽ കാലം അത് കണ്ടിന്യൂ ആയിട്ട് പാസ്റ്റിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ടെൻസിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഹാഡ് ബീൻ ഡ്രിങ്കിങ് കോഫി, അവൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് കോഫി കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാസ്റ്റിൽ അവന് കുറച്ച് കൂടുതൽ ടൈം എന്ത് ചെയ്യായിരുന്നു? കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Then they had been drinking coffee. അവർ എന്ത് ചെയ്യായിരുന്നു? കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹീയും ദേയും ഒക്കെ എന്താണ്? സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ഒക്കെ ആയി മാറി മാറി വരുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണ് വരുന്നത്? ഹാഡ് ആണ്. കൂടെ ആര് വരുന്നുണ്ട്? ബീൻ വരുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് നടക്കല്ലേ, അപ്പൊ ബീൻ വരും. കണ്ടിന്യൂ ആയിട്ട് എന്ത് നടക്കുകയാണെങ്കിലും കൂടെ ആരും വരും? ING ഫോം ഓഫ് ദ വെർബും വരും. ഓക്കെ, ദെൻ I had been drinking coffee. ഞാൻ കോഫി കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Then I had been reading a novel. ഞാനൊരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ലോങ് ആയിട്ട് പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഐ ആണെങ്കിലും ഹീ ആണെങ്കിലും ഒക്കെ ഹാഡ് വരുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് പറയാൻ ബീൻ വരുന്നുണ്ട്. ദെൻ ബീൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് വരും? വെർബിന്റെ ING ഫോം വരും. ഓക്കെ, ദെൻ ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അവൻ കുറച്ച് നേരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റിലാണ് കേട്ടോ. പാസ്റ്റില് ഒരു പ്രവൃത്തി കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസേജ് പറയാം. കഴിഞ്ഞ ഒരു കാര്യത്തിന് മുമ്പ് വേറൊരു കാര്യം വളരെ അധികം നേരം തുടർന്നു എന്ന് കാണിക്കുവാനാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു കാര്യത്തിന് മുമ്പ് ഒരു കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിനു മുമ്പ് മറ്റൊരു കാര്യം ഒരുപാട് നേരം തുടർന്നിരുന്നു എന്ന് പറയാം. നമുക്ക് മലയാളത്തിലൊരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പോൾ നിലവിൽ ആ വ്യക്തി വേറെ ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി പറയാണ്, ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഒരു ബേക്കറിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഒരു 1-2-3 വർഷത്തോളമായിട്ട് ഞാനൊരു ഡ്രസ്സിങ് ഷോപ്പിംഗ് കടയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2 പ്രവൃത്തിയാണ് നടന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ പ്രസന്റിൽ ആ വ്യക്തി ഇതിൽ 2-ലുമല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രവൃത്തി ഒരു കാര്യത്തിന് മുമ്പ് മറ്റൊരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടന്നിരുന്നു എന്ന് പറയാനാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് സം പാസ്റ്റ് ആക്ഷൻ വാസ് ഗോയിങ് ഓൺ ഫോർ എ ലോങ് ടൈം ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ ടു പ്ലേസ്. മറ്റൊരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് വേറൊരു ആക്ഷൻ ഒരുപാട് കാലം തുടർന്നിരുന്നു എന്ന് പറയാനാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, മൈ ഫാദർ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ KSRTC ഫോർ 12 years when he moved to KCB. ഇവിടെ 2 ആക്ഷൻ നിങ്ങൾക്ക് കാണാം, 2 പ്രവൃത്തി നിങ്ങൾക്ക് കാണാം. ഓക്കെ, when my father had been working in KSRTC for 12 years. എത്ര വർഷമാണ് അല്ലേ? ഒരുപാട് വർഷം. എവിടെയായിരുന്നു? വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഹാഡ് ബീൻ വർക്കിംഗ് എവിടെ? KSRTCയിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? വെൻ ഹി മൂവ്ഡ് ടു KCBയിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം 12 വർഷത്തോളം എവിടെ വർക്ക് ചെയ്തിരുന്നു? KSRTCയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, ദെൻ ഹി ഹാഡ് ബീൻ റീഡിങ് വെൻ ഐ എന്റേർഡ് ദ റൂം. ഞാൻ റൂമിൽ കയറി ചെന്നപ്പോൾ എന്ത് ചെയ്യായിരുന്നു? ഈ ഹാഡ് ബീൻ റീഡിങ് എന്ത് ചെയ്യുകയായിരുന്നു? വായിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ ബിഫോർ ഹി കെയിം.
ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ ബിഫോർ ഹി കെയിം. അവൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ. ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഈ ടെൻസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ക്ലിയർ ചെയ്തിട്ടുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. വളരെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വീഡിയോ കാണുക, എക്സാമ്പിൾസ് എടുത്ത് വീണ്ടും വീണ്ടും പഠിക്കുക. എല്ലാ പാസ്റ്റ് ടെൻസും ക്ലിയർ ആയിട്ട് വീണ്ടും വീണ്ടും എല്ലാ ക്ലാസ്സുകളും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ.